വോട്ടിൽ അട്ടിമറി നടത്തിയെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി വലിയ സ്ക്രീനിലൊക്കെ കാര്യങ്ങളൊക്കെ ഉദാഹരണ സഹിതം പറഞ്ഞുകൊണ്ടൊരു പ്രസ്താവന ഇറക്കി, അല്ലെങ്കിൽ അത് മീഡിയയിലൊക്കെ വലിയ വാർത്തയായി. അതിൽ പറയുന്ന ബാംഗ്ലൂർ സെൻട്രലിൽ നടത്തിയ ഒരു അട്ടിമറിയുടെ കാര്യമാണ് പ്രധാനമായിട്ടും പ്രൊജക്റ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ BJP ജയിച്ചതൊക്കെ ഈ അട്ടിമറിയിലൂടെയാണോ? അല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞത് മഹാദേവപുര എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം ബാംഗ്ലൂർ സെൻട്രലിൽ അവിടുത്തെ വോട്ടെണ്ണിയപ്പോൾ BJPക്ക് 1,14,046 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായി. അതുകൊണ്ട് ബാക്കി 7 സ്ഥലങ്ങളിൽ കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടാണ് ഈ ഒറ്റ മണ്ഡലത്തിൽ BJP കിട്ടിയത്. ബാക്കി 7 സ്ഥലങ്ങളിലും കോൺഗ്രസിനാണ് ആയിരുന്നു ലീഡ്. ഒരു മണ്ഡലത്തിൽ ഇനിയിപ്പോൾ BJPക്ക് 1,14,046 വോട്ട് കിട്ടിയപ്പോൾ ബാക്കി 7 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി. അങ്ങനെ ഒരിക്കലും വരത്തില്ല, അത് തെറ്റാണെന്നാണ് പറഞ്ഞത്. അത് തെളിവൊക്കെ മറ്റേ ഡിസ്പ്ലേ കാണിച്ചു. പക്ഷേ അവിടെ അത് പറഞ്ഞപ്പോഴും രാഹുൽ ഗാന്ധിക്ക് തെറ്റി. അവിടെ 8 മണ്ഡലങ്ങളുണ്ട് ഈ ബാംഗ്ലൂർ സിറ്റിയിൽ. അതിൽ 3 സീറ്റുകളിൽ BJPക്ക് 3 നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. മഹാദേവപുരയിൽ ഈ പറഞ്ഞ പോലെ 1,14,046 വോട്ടുകളുടെ ഭൂരിപക്ഷം BJPക്ക് കിട്ടി. എന്നാൽ രാജാജി നഗർ അവിടെ BJPക്ക് 39,429 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതുകൂടാതെ CV രാമണ്ണ നഗർ അവിടെയും BJPക്ക് 20,114 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ടായിരുന്നു. അപ്പോൾ 8 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിടത്ത് 5 എണ്ണത്തിൽ കോൺഗ്രസിന് ലീഡ് കിട്ടി. 3 എണ്ണത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ മഹാദേവപുരയിൽ മാത്രമല്ല മറ്റ് 2 മണ്ഡലങ്ങളിൽ കൂടി നിയമസഭാ മണ്ഡലങ്ങളിലൂടെ BJPക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് BJP അവിടെ ജയിക്കുന്നത്. അല്ല, ഇനി ഒരൊറ്റ മണ്ഡലത്തിൽ തന്നെ ഈ മഹാദേവപുരയിലെ 1,11,446 വോട്ടുകൾ കൊണ്ട് BJP ജയിച്ചു എന്ന് രാഹുൽ പറയുന്നത് വാദത്തിന് സമ്മതിക്കാം. പക്ഷേ ഡാറ്റ തെറ്റാണ്. നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം അവിടുത്തെ വോട്ടിൻ്റെ നില. 3 മണ്ഡലങ്ങളിൽ BJPക്ക് ഭൂരിപക്ഷമുണ്ട്. ഒരു മണ്ഡലത്തിലെ വോട്ട് കൊണ്ട് BJP ജയിച്ചു എന്നത് വലിയ തെറ്റാണ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി മറ്റൊരു മണ്ഡലം കൂടെ കാണണം. മറ്റൊരു മണ്ഡലം എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര ഇലക്ഷനിൽ അട്ടിമറി നടന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ രാഹുൽ ഈ ആരോപണം പറയുന്നത്. മഹാരാഷ്ട്രയിലെ ധൂലെ എന്ന് പറയുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമുണ്ട്. ധൂലയിലെ റൂറൽ ധൂലെ എന്ന് പറയുന്ന മണ്ഡലത്തിൽ BJPക്ക് ലീഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനേക്കാൾ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയേക്കാൾ 64,239 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. ധൂലെ സിറ്റിയിൽ 4,824 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. സിക്കൻഡ എന്ന് പറയുന്ന മണ്ഡലത്തിൽ 43,425 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. മെലാഗോ ഔട്ടർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ 55,212 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. ബാലഗോൺ എന്ന് പറയുന്ന മണ്ഡലത്തിൽ 21,913 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ അങ്ങനെ 7 മണ്ഡലങ്ങളിൽ 6ലും BJPക്ക് ലീഡ്. എന്നാൽ മലേഗാവ് സെൻട്രൽ എന്ന് പറയുന്ന മണ്ഡലം എണ്ണിയപ്പോൾ 1,94,327 വോട്ടുകളുടെ ഭൂരിപക്ഷം കോൺഗ്രസിന് കിട്ടി. അതായത് മലേഗാവ് സെൻട്രൽ എണ്ണിയപ്പോൾ മറ്റ് 6 മണ്ഡലങ്ങളിൽ BJPക്ക് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷം എവിടെ കിട്ടി? കോൺഗ്രസിന് കിട്ടി. BJP തോറ്റുപോയി. അപ്പോൾ ഈ പറയുന്ന കണക്ക് വരുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അത് അട്ടിമറിയല്ലേ? അങ്ങനെയാണെങ്കിൽ അത് അട്ടിമറിയല്ലേ? ഇതാണ് ആലോചിക്കേണ്ടത്. അത് ഒട്ടിമറിയാണ്. അതെങ്ങനെയാണ് സംഭവിച്ചത്? ഇവിടെ BJPക്ക് രാഹുൽ പറയുന്ന കണക്ക് തെറ്റാണ്. BJPക്ക് ഒരു മണ്ഡലത്തിലല്ല, മഹാദേവപുരയും മാത്രമല്ല 3 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം കിട്ടി. അവർക്ക് 5 കിട്ടി. മഹാദേവപുരയിലെ വോട്ട് 1,00,000 മുകളിൽ കിട്ടിയപ്പോഴത്തേക്ക് BJP അങ്ങ് ജയിച്ചു പോയി. അത് അത്ഭുതമാണ്. ബാക്കി എല്ലായിടത്തും കോൺഗ്രസ് അല്ലേ ജയിച്ചതെങ്കിൽ ധൂലെ മണ്ഡലത്തിൽ 7 മണ്ഡലങ്ങളിൽ 6ലും BJP ലീഡ് ചെയ്തു. മലേഗാവ് സെൻട്രൽ മാത്രം വണ്ടിയപ്പോൾ 2,00,000-നടുത്ത് 1,94,000-ൽ പരം വോട്ടുകളുടെ ലീഡ് കിട്ടിയിട്ട് കോൺഗ്രസ് ജയിച്ചു. അതും അട്ടിമറിയല്ലേ? അപ്പോൾ രാഹുലിൻ്റെ കണക്കുകൾ ഇങ്ങനെ തെറ്റിപ്പോവുകയാണ്. തെറ്റുക എന്ന് പറഞ്ഞാൽ വല്ലാതെ തെറ്റുകയാണ്. ഇനി നോക്കൂ, ഈ ബഫോഴ്സ് വിവാദമൊക്കെ വന്നിട്ട് വലിയ അഴിമതി ഉണ്ടായി രാഹുലിൻ്റെ അച്ഛൻ രാജീവ് ഗാന്ധിയുടെ കാലത്ത്. അങ്ങനെ ദയനീയമായി കോൺഗ്രസ് പാർട്ടി തോറ്റുപോയി. VP സിംഗിൻ്റെ സർക്കാർ അധികാരത്തിലുള്ളത് ഓർമ്മയുണ്ടല്ലോ? അതെ. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് രാജീവ് ഗാന്ധി നടത്തിയൊരു പ്രസംഗമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി തോറ്റതല്ല, തോൽപ്പിച്ചതാണ്, എണ്ണി തോൽപ്പിച്ചതാണ്, ബൂത്ത് പിടിച്ച് തോൽപ്പിച്ചതാണ്. അതുകൊണ്ട് ബാലറ്റ് പേപ്പറിലൂടെ ഇനി ഇലക്ഷൻ നടത്താൻ പറ്റില്ല.
എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്ന വീഡിയോ ഇപ്പോൾ ലഭ്യമാണ്. അതായത് ഇന്ത്യയിൽ ബാലറ്റ് സമ്പ്രദായം അവസാനിപ്പിച്ചിട്ട് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടത് ഇയാളുടെ തന്തയാണ്, രാജീവ് ഗാന്ധിയാണ്. അതെപ്പോഴാണെന്നറിയോ? തോറ്റുപോയപ്പോഴത്തേക്ക് ബാലറ്റ് സംവിധാനം മോശം. അതേ തുടർന്നാണ് ഇലക്ട്രോണിക് പോളിംഗ് മെഷീൻ വരുന്നത്. രാജ്യത്ത് ആദ്യമായി നമ്മുടെ വടക്കൻ പറവൂരിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം കൊണ്ടുവരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് കോടതി അസാധുവാക്കി. കാരണം അങ്ങനെ വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാൻ തെരഞ്ഞെടുപ്പ് നിയമത്തിൽ വ്യവസ്ഥയില്ലായിരുന്നു. അതുകൊണ്ട് അത് റദ്ദാക്കി കഴിഞ്ഞ് പിന്നീട് ഇലക്ഷൻ നിയമം ഭേദഗതി ചെയ്ത് കോൺഗ്രസിൻ്റെ കാലത്ത് തന്നെ ഭേദഗതി ചെയ്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാവുന്ന നിയമ ഭേദഗതി കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇന്ത്യയിൽ വന്നത്. ആര് കൊണ്ടുവന്നു? കോൺഗ്രസ് കൊണ്ടുവന്നു, രാജീവ് ഗാന്ധി കൊണ്ടുവന്നു, ഇയാളുടെ തന്ത കൊണ്ടുവന്നു. എപ്പോൾ കൊണ്ടുവന്നു? അയാൾ പരാജയപ്പെട്ടു. അടുപ്പിച്ച് എല്ലാ തെരഞ്ഞെടുപ്പും ഇപ്പോൾ മകൻ ഗണ്ഡി തോറ്റോണ്ടിരിക്കുമ്പോൾ മകൻ ഇപ്പോൾ പറയുകയാണ് അപ്പൻ കൊള്ളത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റേ സാധനം ഉണ്ടല്ലോ, ബാലറ്റ് കൊണ്ടുവരണം. എങ്ങനെയുണ്ട്? അതാണ് നല്ലതെന്ന്. അപ്പോൾ ഇത് ഒരു സിമ്പിളാണ്. ഞങ്ങൾ തോറ്റാൽ സംവിധാനം മോശമാണ്. അപ്പം വേറെ ചില നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചിരുന്നു, അന്ന് നല്ലതായിരുന്നു. അത് നല്ലതാണ്. ഞങ്ങൾ തോറ്റാൽ, ഞങ്ങൾ തോൽക്കാൻ പാടില്ലാത്തവരാണ്, ഞങ്ങളെ തോൽപ്പിക്കാൻ പാടില്ല ജനങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചാൽ ഞങ്ങൾ ഈ സംവിധാനം മോശമാണെന്ന് പറയും. ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ പ്രതികരിച്ചപ്പോഴത്തേക്ക് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞൊരു കാര്യം ചെയ്യും. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, രാഹുൽ ഗാന്ധി ഇത് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സത്യവാങ്മൂലം എഴുതി തരൂ. രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞാൻ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാം സത്യമായിരിക്കും. സത്യവാങ്മൂലം എഴുതി കൊടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവണം, അല്ലെങ്കിൽ പരസ്യമായി മാപ്പ് പറയണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധി ജന്മം ചെയ്ത കൊന്നാൽ സത്യവാങ്മൂലം കൊടുക്കത്തില്ല. കാരണം സത്യവാങ്മൂലം കൊടുത്താൽ കെണിയാകുമെന്ന് രാഹുൽ ഗാന്ധിക്കറിയാം. രാഹുൽ ഗാന്ധിക്ക് ഇത്രത്തോളം ബോധ്യമുണ്ടെങ്കിൽ, കോൺഗ്രസിന് ഇത്രത്തോളം ബോധ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ ഞാൻ പറയുന്നതിൽ ഉറച്ചു നിൽക്കുന്നു, ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണ്, ഇതേ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തണം എന്നെങ്കിലും ആവശ്യപ്പെട്ട് ഒരു കത്തെഴുതി കൊടുത്തൂടെ? ധൈര്യമില്ല. കാരണം പെടാനുള്ള കാരണം നമുക്കതിലേക്ക് വരാം. ഇപ്പോൾ പറയുന്ന കർണാടക സർക്കാർ പരാതി കൊടുത്തു എന്നാണ്. കർണാടകയിൽ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കർണാടകയിലെ ഈ ബാംഗ്ലൂർ സെൻട്രലിലെ പരാജയത്തെക്കുറിച്ച് കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഒരു പരാതിയെങ്കിലും കൊടുത്തോ? ഇല്ല. ഒരു ഇലക്ഷൻ കേസ് കൊടുത്തോ? ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് പരാതിയില്ലായിരുന്നു. ഇനി മാത്രമല്ല, കർണാടകയിൽ ആ സമയത്ത് ഭരിക്കുന്ന ആരാ? കോൺഗ്രസ് ആണ്. ലോകസഭ 2024 ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഭരണകക്ഷി കോൺഗ്രസ് ആണ്. ഈ വോട്ടർ പട്ടിക നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അല്ലേ? അതെ. വോട്ടർ പട്ടികയുടെ കരട് പ്രസിദ്ധീകരിക്കും, അതിൽ ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അത് ഫയൽ ചെയ്യാൻ സമയമുണ്ട്. എന്നിട്ടാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. എവിടെ ചലഞ്ച് ചെയ്തു? എവിടെ കോൺഗ്രസ് പരാതി കൊടുത്തു? ഒരിടത്തും കൊടുത്തിട്ടില്ല. അപ്പോൾ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ കോപ്പി എല്ലാവർക്കും സൗജന്യമായിട്ട് കൊടുക്കും. സൗജന്യമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുത്തിട്ട് അവർക്ക് ആക്ഷേപങ്ങൾ കൊടുക്കാനുള്ള ഒരു സമയമുണ്ട്. അത് കൊടുത്തിട്ടാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ഈ അന്തിമ വോട്ടർ പട്ടികയിൽ തെറ്റുണ്ടെങ്കിൽ പോലും അത് കള്ള വോട്ടർമാർ വന്നാൽ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൂത്തിൽ ഏജൻറ്റുമാരെ മുഴുവൻ വെക്കുന്നത്. അവർക്ക് ചലഞ്ച് ചെയ്യാം. ഇതൊന്നും കോൺഗ്രസ് ചെയ്തിട്ടില്ല. ഇനി മാത്രമല്ല, കർണാടക കോൺഗ്രസ് ഇപ്പം ഇലക്ഷൻ കമ്മീഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധിയെ രക്ഷിക്കാൻ വേണ്ടി, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കർണാടക കോൺഗ്രസ് കൊടുത്തു എന്ന് ഉള്ള ഒരു നാട്യമാണ്. കാരണം എന്നറിയാമോ? കർണാടകയിൽ ഇപ്പോൾ ജാതി സെൻസസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജാതി സെൻസസ് നടത്താൻ പോകുന്ന ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയോ? ഈ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ കർണാടക സർക്കാരിന് ഇന്നലെ വരെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് വരെ ഈ വോട്ടർ പട്ടിക കൊള്ളാമായിരുന്നു. ആ വോട്ടർ പട്ടിക ജനുവിനായിരുന്നു. അതുകൊണ്ടാണ് അവർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ചലഞ്ച് ചെയ്യാൻ പോകാതിരുന്നത്. എന്നിട്ട് ജാതി സെൻസസ് നടത്താൻ ആ വോട്ടർ പട്ടിക ആധാരമാക്കി. അപ്പോൾ കർണാടക സർക്കാരിന് ഉത്തമ ബോധ്യമുണ്ട് ആ വോട്ടർ പട്ടികയിൽ കുഴപ്പമില്ല എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാം. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പേര് സുകുമാർ സെൻ എന്നാണ്. 25ാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു മുമ്പ് പുറത്തേക്ക് പോയ രാജീവ് കുമാർ. അപ്പോൾ ഇവരെ എല്ലാം നിയമിച്ചാരെന്നറിയോ? പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റാണ് നിയമിച്ചത് അല്ലേ? അതെ. ഇന്ത്യൻ പ്രസിഡന്റ് നിയമിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പ്രധാനമന്ത്രി തീരുമാനിക്കും, എഴുതി കൊടുക്കും, പ്രസിഡന്റ് ഒപ്പിടും. ഇങ്ങനെയാണല്ലോ. ഈ പക്ഷേ 12/12/23 ഹൈക്കോടതി വിധി വന്നു. ഹൈക്കോടതി വിധിയെ തുടർന്ന് സർക്കാർ എന്ത് ചെയ്തു? പുതിയൊരു നിയമം കൊണ്ടുവന്നു. സുപ്രീം കോടതി
വിധി വന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംബന്ധിച്ചൊരു വിധി വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നതിന് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? രാഷ്ട്രപതി നിയമിക്കുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവർ ഭരണഘടനയുടെ പേരിൽ ആണിടുന്നവരാണല്ലോ. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രപതി നിയമിക്കുന്നു എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രിസഭ അല്ലെ പ്രധാനമന്ത്രി ശുപാർശ ചെയ്യുന്ന ആളെ രാഷ്ട്രപതി നിയമിക്കും. 25 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ കോൺഗ്രസിൻ്റെ കാലം മുതൽ, നെഹ്റുവിൻ്റെ കാലം മുതൽ 25 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ ആ ഭരണഘടനാ വ്യവസ്ഥ പ്രകാരമാണ് നിയമിച്ചിട്ടുള്ളത്. അപ്പോഴൊന്നും ഒരു തെറ്റില്ലായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ മോദി സ്ഥിരമായി BJP ഇലക്ഷനുകളിൽ ജയിക്കാൻ തുടങ്ങിയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുഴപ്പമാണ്. അപ്പോൾ കേസ് വന്നു, സുപ്രീം കോടതി പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ഒരു ബോഡി ഉണ്ടാക്കുക, പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി, പിന്നെ പ്രതിപക്ഷ നേതാവ്, ഇവരുൾപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നതായിട്ട് പാർലമെൻറ്റ് നിയമം കൊണ്ട്. അതിനു മുമ്പ് സുപ്രീം കോടതി പറഞ്ഞിരുന്നു ഒരു കാര്യം ചെയ്യ്, ഈ നിയമം ഉണ്ടാക്കുന്നത് വരെ ശ്രദ്ധിക്കണം, നിയമം ഉണ്ടാക്കുന്നതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിന് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തുടങ്ങുന്ന ഒരു താൽക്കാലിക സമിതി ഉണ്ടാക്കാം. അത് കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാരിന് ഒരു നിയമം ഉണ്ടാക്കാം. അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞപ്പോഴാണ് നിയമം ഉണ്ടാക്കി, നിയമപ്രകാരം പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു മന്ത്രിയും പ്രതിപക്ഷ നേതാവും വന്നത്. സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല അതായത് നിങ്ങൾ നിയമം ഉണ്ടാക്കണം, ആ നിയമം ഉണ്ടാക്കുന്നത് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വേണം എന്നല്ല സുപ്രീം കോടതി പറഞ്ഞത്. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുന്നത് വരെ തൽക്കാലത്തേക്ക് ഇങ്ങനെ തുടരും. അത് കഴിഞ്ഞ് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് തീരുമാനിച്ചു, കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. കേന്ദ്ര സർക്കാർ അതിന് നിയമമുണ്ട്. അതായത് പ്രധാനമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനിക്കുന്ന സംവിധാനം കൊണ്ടുവന്നിരുന്ന ആരാണ്? കോൺഗ്രസ്സാണ്. കോൺഗ്രസ് കൊണ്ടുവന്നിരുന്ന ആ രീതി മാറ്റി പ്രതിപക്ഷ നേതാവിനെ കൂടെ ഉൾപ്പെടുത്തി ഒരു ബോഡി ഉണ്ടാക്കിയത് BJP സർക്കാരാണ്. അപ്പോൾ ആരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടുതൽ സുതാര്യമാക്കിയത്? BJP സർക്കാരാണ്. എന്നിട്ടും ഇവർ ജയിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് ജയിക്കുന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 1984 ഇലക്ഷൻ ഓർമ്മയുണ്ടോ? 84 ഇലക്ഷന് BJPക്ക് 2 സീറ്റാണ് കിട്ടിയത് അല്ലേ? 2 MP. എന്നിട്ട് BJP പറഞ്ഞോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെറ്റാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങളെ പരാജയപ്പെടുത്തുന്നത് BJP പറഞ്ഞിട്ടില്ല. അതാണ് ജനാധിപത്യബോധം. തെരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും ഉണ്ടാവും അല്ലേ? ജനങ്ങൾക്ക് താല്പര്യമുള്ളവർ ജയിക്കും. ആദ്യം ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് മേലിൽ വരരുതെന്ന് സുപ്രീം കോടതി അന്തിമമായി വിലക്കിയതിന് ശേഷം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? തെരഞ്ഞെടുപ്പ് സംവിധാനം ആകെ മോശം. ഇന്ത്യയിൽ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. ഇന്ത്യയിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുകയാണ്. അതിന് ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിൽക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു പ്ലോട്ടുണ്ട്. ഇതാണ് ബംഗ്ലാദേശിൽ നടന്നത്. ലോകത്ത് പല രാജ്യങ്ങളിലും ജനാധിപത്യമില്ല, ഭരിക്കുന്ന കക്ഷി തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുകയാണെന്നുള്ള കാമ്പയിൻ നടത്തി ആ രാജ്യങ്ങളിലൊക്കെ അരാജക അവസ്ഥ ഉണ്ടാക്കാൻ പലയിടത്തും ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിൽ എന്ത് ചെയ്യണം? ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ചെയ്യുകയാണ്, അട്ടിമറി നടത്തുകയാണെന്ന് പ്രചാരണം നടത്തിക്കൊണ്ട് ഇവിടെ ജനാധിപത്യം നശിച്ചു എന്ന് പറഞ്ഞ് ഐക്യരാഷ്ട്ര സംഘടന, അമേരിക്ക, മറ്റ് സാമ്രാജ്യത്വ ശക്തികൾ തുടങ്ങിയവരുടെയൊക്കെ ഇടപെടൽ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തുകയാണ്. മണിശങ്കർ അയ്യർ എന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞില്ലേ, പാകിസ്ഥാൻ ഒന്ന് ഇടപെട്ടിട്ടാണെങ്കിലും ഈ മോദി ഒന്ന് ഇറക്കിത്തരണം. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാരിനെ വോട്ടിങ്ങിലൂടെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്ന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ ഈ സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇത് രാജ്യവിരുദ്ധ ശ്രമമാണ്. തെരഞ്ഞെടുപ്പ് ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദിക്ക് എത്ര വലിയ അപമാനകരമായിരുന്നു വാരണാസിയിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 3-1 കുറഞ്ഞപ്പോൾ അല്ലേ? 5 ലക്ഷം 6 ലക്ഷമൊക്കെ കിട്ടിക്കിട്ടിരുന്ന നരേന്ദ്രമോദി കഷ്ടിച്ച് 1.5 ലക്ഷം വോട്ടിലാണ് ജയിച്ചത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തുന്ന ഒരു പാർട്ടിയാണ് BJP എങ്കിൽ മോദിയുടെ വിജയം ഏതാണ്ട് പരാജയത്തിന് തുല്യമാണെന്ന് ഞാൻ പറയും. കാരണം 5 ലക്ഷം 6 ലക്ഷം ഭൂരിപക്ഷം കിട്ടിയാൽ 10 വർഷത്തെ പ്രശംസനീയമായ ഭരണത്തിന് ശേഷം 1.5 ലക്ഷം ഭൂരിപക്ഷത്തിന് മാത്രമാണ് ജയിക്കുന്നുവെങ്കിൽ 3-1 ഭൂരിപക്ഷം കുറഞ്ഞുവെങ്കിൽ അത് പരാജയത്തിന് അടുത്തെത്തിയൊരു വിജയമാണ്. എന്നാൽ പിന്നെ ആ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറേ കള്ളവോട്ട് കുത്തി മോദി അങ്ങ് ഭൂരിപക്ഷം 6 ലക്ഷം എന്നുള്ള 7 ലക്ഷമോ 8 ലക്ഷമോ ആക്കി കൂട്ടിക്കൂടായിരുന്നോ? അത് സംഭവിച്ചില്ല നമ്മുടെ രാജ്യത്ത്. മാത്രമല്ല ഇത്തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടി സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാമായിരുന്നു, അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി എന്നുള്ളത് കൊണ്ട് എനിക്ക് അധികാരം കിട്ടിയില്ല എന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സംവിധാനമാരെ ആകെ കുഴപ്പമാണെന്ന് പറയുന്ന രീതിയിലേക്ക് അപകടകരമായ ഒരു വാദമാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്നത്. ഇനിയും ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമിക്കുന്നത്
എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഈ ബോഡി പ്രതിപക്ഷ നേതാവ്, ഒരു മന്ത്രി, പ്രധാനമന്ത്രി അടങ്ങുന്ന ബോഡിയാണ്. സംസ്ഥാനങ്ങളിൽ എന്താണ്? സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് ഇലക്ഷൻ ഓഫീസർ ആരാണ്? സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥനാണ് അല്ലേ? അതെ. ഒരു സീനിയർ മോസ്റ്റ് IAS ഉദ്യോഗസ്ഥനെ ഇലക്ഷൻ ഓഫീസർ, ചീഫ് ഇലക്ഷൻ ഓഫീസറായിട്ട് നിയമിക്കും. നേരത്തെ ഇവിടെ ടിക്കാറാം മീണയൊക്കെ ഉണ്ടായിരുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് ജില്ലകളിലെ ഭരണാധികാരി ജില്ലാ കളക്ടർ ആരുടെ ഉദ്യോഗസ്ഥരാ? സംസ്ഥാന സർക്കാർ ഏത് സംസ്ഥാനത്തിൻ്റെയാണോ ആ സംസ്ഥാനത്തിൻ്റെ ഉദ്യോഗസ്ഥനാണ്. അതിൻ്റെ കീഴിൽ സബ് കളക്ടർമാർ, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ. റവന്യൂ വകുപ്പ് ആരുടെ കീഴിലാണ്? സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം അതത് സംസ്ഥാനങ്ങളിൽ അതത് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാരാണ്. അവർ തെരഞ്ഞെടുപ്പ് നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ്. അങ്ങനെയാണെങ്കിൽ കർണാടകയിൽ അട്ടിമറി നടത്തി എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ, മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് അല്ലേ ഒരുപാട് കാലം ഭരിച്ചുകൊണ്ടിരുന്നത്, ശിവസേനയല്ലേ ഭരിച്ചുകൊണ്ടിരുന്നത്? അവിടുത്തെ തെരഞ്ഞെടുപ്പ് മെഷീനറി അവിടുത്തെ സർക്കാരിൻ്റെ ആയിരുന്നു. കർണാടക സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പ് ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി എന്നാണോ രാഹുൽ ഗാന്ധി പറയുന്നത്? കർണാടക സർക്കാരിന് അതിനകത്തൊരു സേ ഇല്ലേ? ഇപ്പോൾ കേരളത്തിലെ ഇലക്ഷൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അടുത്ത് സമീപിക്കുന്ന ആരൊക്കെയാണ്? കേന്ദ്രത്തിൽ നിന്ന് വരുന്നവരൊന്നുമില്ല, കേരള സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരാണ് അല്ലേ? എല്ലാവരും അത് തന്നെ. കളക്ടർ, ഡെപ്യൂട്ടി കളക്ടർ, പോളിംഗ് ബൂത്തിലിരിക്കുന്ന അധ്യാപകർ ഒക്കെയല്ലേ ബൂത്ത് ഏജന്റുമാരും പ്രിസൈഡിംഗ് ഓഫീസർമാരുമായിട്ടിരിക്കുന്നത്. പലരും CPM-ൻ്റെ ആൾക്കാരായിരിക്കും, സഖാക്കളായിരിക്കും, NGO യൂണിയനും അധ്യാപക സംഘടനയിലൊക്കെ പെട്ട ആളുകളായിരിക്കും. അപ്പോൾ സർക്കാർ മെഷീനറിയാണ് ഉപയോഗിക്കുന്നത്. ഇവർക്കറിയില്ലേ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ? അപ്പോൾ ഇത് ആർക്കും അനുഭവത്തിൽ നിന്ന് ബോധ്യമാവുന്ന വ്യാജമായ ഒരു പ്രചാരണം നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനത്തെ, അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തെ മോശമാക്കുക വഴി ഇന്ത്യക്കെതിരെ കലാപം നടത്തുകയാണ്. കാരണം തെരഞ്ഞെടുപ്പേ രാജ്യത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഇന്നലെ മീഡിയ 1 ചാനലിൽ ചർച്ച എന്താണെന്നറിയോ? ഇത്ര വലിയ അനീതി നടന്നിട്ട് ജനം തെരുവിൽ ഇറങ്ങുന്നില്ല എന്നതാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്. ജനം തെരുവിലിറങ്ങണം. എവിടെ നടന്ന പോലെ? ബംഗ്ലാദേശിൽ നടന്ന പോലെ. ഷെയ്ഖ് ഹസീന അട്ടിമറിച്ചു, ജനാധിപത്യത്തെ അട്ടിമറിച്ചിട്ടാണ് ഷെയ്ഖ് ഹസീന വിജയിച്ചത്. അതുകൊണ്ട് ജനം തെരുവിലിറങ്ങണം. എന്നിട്ടോ കലാപം ഉണ്ടാക്കണം, എന്നിട്ടോ സർക്കാരിനെ പുറത്താക്കണം, എന്നിട്ടോ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം. ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ നാളെ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ സുപ്രീം കോടതി ചോദിച്ചു, നിങ്ങൾ ഇന്ത്യക്കാരൻ തന്നെയാണോ എന്ന് ചോദിച്ചു. നാളെ നമ്മുടെ കോടതികൾ ഇതുപോലെ രാഹുൽ ഗാന്ധിയുടെ രാജ്യവിരുദ്ധമായ നിലപാടുകളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഉത്തരവുകൾ പുറപ്പെടുവിച്ചാൽ ഇവർ അടുത്തതായി പിടിക്കാൻ പോകുന്നത് കോടതികളെയാണ്. കോടതികളെ മോദി വിലക്കെടുത്തു എന്ന് പറയും. അപ്പോൾ രാജ്യത്ത് ഞാൻ തോറ്റു കഴിഞ്ഞാൽ, എൻ്റെ പാർട്ടി തോറ്റു കഴിഞ്ഞാൽ രാജ്യം തന്നെ കത്തിച്ചു കളയും എന്ന് പറയുന്ന തരത്തിലേക്ക് രാഹുൽ ഗാന്ധി മാറുകയാണ്. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ചില പത്രങ്ങൾ, കേരളത്തിലെ ചില ചാനലുകൾ ഇത് വലിയ സംഭവമാക്കി മാറ്റുക. കാരണം ഇതിനകത്ത് പറയുന്നത് മുഴുവൻ ഫേക്കാണെന്ന് സകലർക്കും അറിയാം. ഒരു വ്യാജ നറേറ്റീവ് ഉണ്ടാക്കി നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ, ഇലക്ഷൻ കമ്മീഷനെ അപകീർത്തിപ്പെടുത്തി രാജ്യത്തെ നശിപ്പിക്കാനുള്ള ശ്രമത്തിനാണ് ഇവിടെ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. നമ്മളറിയാം, ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തോറ്റുപോയി കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യം രാഹുൽ ഗാന്ധി ഇപ്പോഴാണോ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചത്? ഈ മണ്ഡലങ്ങളിൽ വോട്ടിൻ്റെ കാര്യത്തിൽ കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ എത്ര മണ്ഡലങ്ങളിൽ ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്തു? എത്ര മണ്ഡലങ്ങളിൽ കൊടുത്തു? ഇപ്പോൾ 6 മാസം കഴിഞ്ഞാൽ വോട്ടിംഗ് സാമഗ്രികൾ നശിപ്പിക്കും, രേഖകൾ എന്നൊക്കെ നശിപ്പിക്കുന്നുള്ള പരാതി പറയുന്നുണ്ടല്ലോ. നശിപ്പിക്കാതിരിക്കാൻ മാർഗമുണ്ടല്ലോ. നിങ്ങൾ ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്താൽ പോരെ? ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്താൽ അത് തീർപ്പാകും വരെ ആ രേഖകൾ സൂക്ഷിക്കും. എന്തുകൊണ്ട്? തർക്കമുള്ള മണ്ഡലങ്ങളിൽ, നിങ്ങൾക്ക് സംശയമുള്ള മണ്ഡലങ്ങളിൽ, തൃശ്ശൂർ VS സുനിൽകുമാർ കിടന്ന് ചാടുന്നുണ്ടല്ലോ. ഈ VS സുനിൽകുമാർ എന്ന് പറയുന്ന 3ാം സ്ഥാനത്ത് പോയ സ്ഥാനാർത്ഥി, ഇയാളൊരു ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്തോ സുരേഷ് ഗോപിക്കെതിരെ? ഇല്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ വായ്ത്താളം അടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാനുള്ള ഒരു പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നു. ബംഗ്ലാദേശിലെ പോലെ ഇന്ത്യയിൽ ഒരു കലാപമുണ്ടാക്കി അങ്ങനെയെങ്കിലും സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 2026 വാർഷികമുണ്ട്. മുഗളന്മാർ ഇന്ത്യ ഭരിച്ചതിൻ്റെ 1000ാമത്തെ വാർഷികമാണ്. 1000 വർഷം പൂർത്തിയാവുകയാണ്. അപ്പോൾ ഒരു മുഗൾ ഭരണത്തിൻ്റെ 1000 ആണ്ട് തികയുമ്പോൾ ഇന്ത്യയിൽ ഒരു വലിയ കലാപം ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണം, വ്യാജ പ്രചാരണം ഈ രാജ്യത്തെ തകർക്കാനുള്ളതാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നതാണ് മഹാഭാഗ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.